ടൈപ്പ് വണ്ടികളാണ്. ഇന്നലെ ഒരെണ്ണം 110 കിലോമീറ്റർ, ഞാൻ ഏതാണ്ട് 80-90 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓട്ടോയ്ക്ക് സുഖമായിട്ടൊക്കെ പോയി. ഞാൻ സ്പീഡ് ചെയ്ത് നോക്കിയിട്ട് 100 കിലോമീറ്റർ വരെ പോയിട്ട് അവന്മാർ ആ വണ്ടിയുടെ അടുത്തേക്ക് എത്തണല്ലോ. അപ്പോൾ ഞാൻ ആ ബൈക്ക് പോകുന്നത് 10-ാം മൈൽ നിന്ന് നമ്മുടെ പട്ടിവറ്റത്തുനിന്ന് 10-ാം മൈലിലേക്ക് വരുന്ന വഴി, അതായത് നമ്മുടെ പുളിഞ്ചോടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന റിലയൻസിൻ്റെ പമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയിലാണ്. 10-ാം മൈലിലേക്ക് വന്ന വഴിയിൽ, മറ്റേ സ്റ്റേറ്റ് ഹൈവേ 10-ാം മൈൽ പട്ടിവറ്റം റോഡിൽ, പട്ടിവറ്റം 10-ാം മൈൽ റോഡിൽ മറ്റേ റിലയൻസ് പമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ റോഡില്ല, അവിടെ വെച്ചാണ് അവൻ നമ്മളെ ഞാനൊരു 80-90 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. പുള്ളി സുന്ദരമായിട്ട് അങ്ങ് ഓട്ടിക്കത്. അപ്പം ഞാൻ പതുക്കെ സ്പീഡ് എടുത്ത് നോക്കി. അങ്ങനെ 100 കിലോമീറ്ററിൻ്റെ അടുത്ത് ആ വഴിയിൽ അതിൽ കൂടുതലെടുക്കാൻ എനിക്ക് ധൈര്യമില്ല. വഴി കാരണം എതിരെ വണ്ടി വന്ന റോഡാണ്, അതിൽ കൂടുതൽ സ്പീഡിലേക്ക് പോകാനായിട്ട് സേഫല്ല. വരെ ടച്ച് ചെയ്തു ഏതോ ഒരു പോയിന്റിൽ നമ്മുടെ വണ്ടി ഇന്നലെ. പിന്നെ ഞാൻ ആക്സലറേറ്റ് ചെയ്തു. അതെനിക്ക് തോന്നുന്നു ആ ബൈക്ക് പോയിക്കൊണ്ടിരുന്ന ഏതാണ്ട് 110 മുതൽ 130 കിലോമീറ്റർ സ്പീഡിലായിരുന്നു. ചില ബൈക്കുകൾ അങ്ങനെ പോകുന്നു കേട്ടോ, 110-130 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകും. പക്ഷെ വഴി സേഫാണെന്ന് ചോദിച്ചാൽ, പക്ഷെ അത് പോക്ക് കണ്ടിട്ട് അത്ര സ്റ്റെബിലിറ്റി കുറവ് തോന്നിയില്ല. അപ്പോൾ അത്തരം സ്പീഡിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ബൈക്കായിരിക്കും. ആ ബൈക്കിൻ്റെ സ്പീഡ് കണ്ടിട്ട് അങ്ങനെ അൺസേഫായിട്ട് തോന്നിയില്ല. പക്ഷേ സ്കൂട്ടേഴ്സൊന്നും പോകില്ല. സ്കൂട്ടേഴ്സൊക്കെ എൻ്റെ സ്കൂട്ടർ തന്നെ മാക്സിമം സ്പീഡ് 85ആണ്. 70-75 കൂടുതൽ അത് പോവാം, പക്ഷേ സേഫല്ല. നോർമലി 40-60 കിലോമീറ്ററാണ് സ്കൂട്ടറിന് സേഫ്, അല്ലെങ്കിൽ 30-60 കിലോമീറ്ററാണ് സ്കൂട്ടറിന് നമ്മുടെ റോഡുകളിൽ. 60+ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേയിലേ പറ്റുള്ളൂ. മറ്റേ ആ സ്റ്റേറ്റ് ഹൈവേയിലും പറ്റും കേട്ടോ. 10-ാം മൈൽ ടു പോത്തൻകുരിശ് റോഡിലും പറ്റും. അത് സ്റ്റേറ്റ് ഹൈവേ, അത് അവിടെയും പറ്റും. പക്ഷെ അവിടെ ചില സ്ഥലങ്ങളിൽ ചെറിയ വളവും തിരിവുണ്ട്. അത് അധികം സ്ഥിരം ഓടിക്കുന്നവർക്ക് അറിയാം, അത് നോക്കി ഓടിക്കുള്ളൂ.